സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വീഡിയോ വൈറലാണ്. 3 യുവാക്കളെ പോലീസ് നടു റോഡിലൂടെ കയറിൽ കെട്ടി നടത്തുന്നതും തല്ലുന്നതുമാണ് ഈ വീഡിയോ. പെൺകുട്ടികളെ ശല്യം ചെയ്ത മുഹമ്മദ് ആരിഫ്, അഷ്റഫ് അലി, ആസിഫ് ഖാൻ എന്നിവർക്ക് പോലീസ് കൊടുത്ത പണിയാണ് ഇതെന്നാണ് ഈ പോസ്റ്റുകളുടെ ക്യാപ്ഷനുകൾ പറയുന്നത്. സ്ഥിരമായി വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന പേജുകളും ഗ്രൂപ്പുകളും ഒക്കെ ഈ വീഡിയോയും ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണ് സത്യം? ഞങ്ങൾ അത് അന്വേഷിച്ചു. ജൂൺ 12-ന് ക്രിയേറ്റ്ലി മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ പങ്കുവച്ചിരുന്നു. ഒരു സ്കൂളിന് മുന്നിൽ വെച്ച് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ മുസ്ലിം യുവാക്കളാണ് ഇവരെന്നായിരുന്നു ക്യാപ്ഷൻ. തൊട്ടടുത്ത ദിവസം മറ്റു ചില പേജുകളിലും ഇതേ വീഡിയോ വർഗീയമായ ക്യാപ്ഷനുകളോടെ പ്രചരിച്ചു. കമന്റ് ബോക്സുകളിലാകട്ടെ കടുത്ത വർഗീയ അധിക്ഷേപങ്ങളാണ് മുസ്ലിങ്ങൾക്ക് നേരെ ഉയർന്നത്. കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയെന്നും നഗ്നരാക്കി നടത്തണം എന്നുമൊക്കെയായിരുന്നു കമന്റുകൾ. ഈ വീഡിയോയിൽ കാണുന്നവർ ആരാണ്? ശരിക്കും എന്താണ് നടന്നത്? മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന സംഭവമാണ്. അന്നത്തെ ന്യൂസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു കാർ വാഷിംഗ് സെന്ററിലെ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഷെറാൻ അലി എന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി വണ്ടികൾ തല്ലിപ്പൊളിക്കുകയും പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. കേസിന്റെ FIR-ഉം ഞങ്ങൾക്ക് കിട്ടി. ഇതിലെ വിവരങ്ങൾ അനുസരിച്ച് പോലീസിന്റെ പിടിയിലായ പ്രതികളുടെ യഥാർത്ഥ പേരുകൾ കിഷൻ അഹിർവാർ, വികാസ് സരോലിയ, വിശാൽ സരോലിയ എന്നതാണ്. അതായത് പിടിയിലായവർ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. ഉജ്ജയിൻ അഡീഷണൽ SP-യും ഈ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് എപ്പോഴത്തെയും പോലെ സാധാരണ ഒരു പെറ്റി ക്രിമിനൽ കേസിനെ പ്രതികളുടെ പേര് മാറ്റി മുസ്ലിം പേരുകൾ നൽകി സംഭവത്തെ ആകെ വർഗീയവൽക്കരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടാൽ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. നമുക്ക് ഒരുമിച്ച് സത്യം കണ്ടെത്താം.